ഇന്നലെ മെയ് 7 നടന്ന മഴ കാരണം മുടങ്ങിയ ഒരു IPL 2026 മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് LSG റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ RCB ഡക്വർത്ത് ലൂയിസ് സ്റ്റെയിൻ DLS രീതിപ്രകാരം തോൽപ്പിച്ച് നിർണായക വിജയം നേടി. ലക്നൌവിലെ ഭാരതരത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ നിർണായകമായ 50ാം മത്സരം അരങ്ങേറിയത്. ഈ വിജയം LSGയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ലീഗ് പട്ടികയിൽ ഏറ്റവും താഴെയായിരുന്നിട്ട് പോലും ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ കീഴിൽ സീസണിലെ തങ്ങളുടെ 3ാം ജയമാണ് അവർ നേടിയത്. ഇത് അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വലിയൊരു ഉത്തേജനം നൽകി. രജത് പാട്ടീദാറിന്റെ നേതൃത്വത്തിലുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ശക്തമായ 3ാം സ്ഥാനക്കാരായിട്ടാണ് മത്സരത്തിനിറങ്ങിയത്. ഈ തോൽവിക്ക് ശേഷവും കടുത്ത മത്സരം നടക്കുന്ന IPL ടേബിളിൽ അവരുടെ മികച്ച നെറ്റ് റൺ റേറ്റ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. ക്രിക്കറ്റിലെ ഒരു സാധാരണ കണക്കുകൂട്ടൽ രീതിയായ DLS നിയമം കളിക്ക് ചെറിയൊരു തടസ്സമുണ്ടായപ്പോൾ ലക്ഷ്യ സ്കോറുകൾ ക്രമപ്പെടുത്താൻ ഉപയോഗിച്ചു. ഇത് മത്സരത്തിന്റെ നാടകീയമായ അന്ത്യത്തിന് വഴിയൊരുക്കി. സ്പിന്നർമാർക്ക് സാധാരണയായി അനുകൂലമാവുകയും ബാറ്റ്സ്മാൻമാർക്ക് വെല്ലുവിളിയുയർത്തുകയും ചെയ്യുന്ന ഏകാന സ്റ്റേഡിയത്തിലെ പിച്ച് ഈ വാശിയേറിയ മത്സരത്തിന്റെ സങ്കീർണത ഒന്നുകൂടി കൂട്ടി. കളി തുടങ്ങുന്നതിന് മുൻപ് ലക്നൌവിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരിക്കും എന്നാണ് കരുതിയത്. കളി നടക്കുന്ന സമയത്ത് താപനില 22 ഡിഗ്രി C-നും 30 ഡിഗ്രി C-നും ഇടയിലായിരിക്കും. ചെറിയൊരു മഴ പെയ്യാനും സാധ്യതയുണ്ടായിരുന്നു. കൂടാതെ ഏകദേശം 59% ഈർപ്പമുണ്ടായിരുന്നത് 2ാം ഇന്നിംഗ്സിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും കാണിച്ചു. പ്രവചിച്ച പോലെ തന്നെ ഏകാനയിലെ പിച്ച് അതിന്റെ പേര് കളഞ്ഞില്ല. സ്പിന്നർമാർക്ക് നല്ല പിന്തുണ നൽകിയ പിച്ച് അനായാസം ഷോട്ട് കളിക്കാൻ നല്ല ക്ഷമ പരീക്ഷിക്കുന്നതായിരുന്നു. RCB ബാറ്റിംഗ് തുടങ്ങി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന് ഭേദപ്പെട്ട് സ്കോർ നേടി. ക്യാപ്റ്റൻ രജത് പാട്ടീദാർ 68 റൺസെടുത്ത് ഇന്നിംഗ്സിന് കരുത്തായപ്പോൾ വിരാട് കോഹ്ലി 35 റൺസുമായി തിളങ്ങി. പക്ഷേ ലക്നൌവിന്റെ മായങ്ക് യാദവും മോഹ്സിൻ ഖാനും തകർപ്പൻ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബാംഗ്ലൂരിന്റെ മധ്യനിര തകരുകയായിരുന്നു. ഇത് അവരുടെ ഫൈനൽ സ്കോറിനെ കാര്യമായി ഒതുക്കി. ലക്നൌ ചേസ് ചെയ്യുന്നതിനിടെ ഒരു ചെറിയ പക്ഷേ ശക്തമായ മഴകളി തടസ്സപ്പെടുത്തി. ഇത് കാരണം മാച്ച് ഒഫീഷ്യൽസ് ഡക്വർത്ത് ലൂയിസ് സ്റ്റെയിൻ DLS രീതി ഉപയോഗിച്ച് ടാർഗറ്റ് പുതുക്കി നിശ്ചയിക്കേണ്ടി വന്നു. കളി നിർത്തിയത് ലക്നൌ 10 ഓവറിൽ 2 വിക്കറ്റിന് 85 റൺസ് എടുത്ത് നിൽക്കുമ്പോഴായിരുന്നു. ഇതിനെ തുടർന്ന് ഹോം ടീമിന് ഒരു പുതിയ ലക്ഷ്യം നൽകി. DLS പ്രകാരം LSGയുടെ പുതുക്കിയ ലക്ഷ്യം 13 ഓവറിൽ 110 റൺസായി മാറി. സ്റ്റാർ കൂടിയ സമ്മർദ്ദത്തിലായിരുന്നെങ്കിലും ചേസിംഗ് അവർ തുടർന്നു. ഈ സമയത്ത് അതിവേഗം 30 റൺസടിച്ച നിക്കോളാസ് പൂരനും നിർണായകമായ 25 റൺസെടുത്ത ആയിഷ ബദോനിയും ലക്നൌവിനെ കളിയിൽ പിടിച്ചു നിർത്തി. മത്സരം അവസാന ഓവറിൽ വലിയൊരു ത്രില്ലറിലേക്ക് മാറി. അവിടെ പ്രിൻസ് യാദവ് LSGയുടെ ഹീറോയായി. വിജയ റൺസ് നേടി ഒരു നേരിയ വിജയം അവർക്ക് ഉറപ്പിച്ചു കൊടുത്തു. ഈ ജയം ലക്നൌ സൂപ്പർ ജയന്റ്സിന് വലിയൊരു ആശ്വാസമായി. 10 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയുണ്ടായിരുന്ന അവർക്ക് ഒരു ചെറിയ മുന്നേറ്റം നേടാൻ ഇത് സഹായിച്ചു. മറ്റൊരു വശത്ത് ഈ തോൽവി RCBക്ക് വലിയ തിരിച്ചടിയായില്ല. കാരണം അവർക്ക് അവരുടെ മികച്ച നെറ്റ് റൺ റേറ്റ് നിലനിർത്താൻ കഴിഞ്ഞു. IPL 2026 പ്ലേ ഓഫിലേക്കുള്ള കടുത്ത പോരാട്ടത്തിൽ ഇത് ഒരുപക്ഷേ നിർണായകമായേക്കാം. IPL 2026 സീസൺ പതിവ് പോലെ മുന്നോട്ട് പോവുകയാണ്. 10 ടീമുകൾ, പല ഗ്രൗണ്ടുകളിലായി 74 മത്സരങ്ങൾ. ഇതിൽ നിന്ന് മുന്നിലെത്തുന്ന 4 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് എത്തുക. ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2, ഗ്രാൻഡ് ഫൈനൽ എന്നിവ അടങ്ങുന്നതാണ് പ്ലേ ഓഫ് ഘട്ടം.